പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് 50 രൂപ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് 50 രൂപ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതേപോലെ കിട്ടാനായിട്ട് നിങ്ങൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസായി ഇങ്ങനെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എത്തിയതിന് ശേഷം നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് frizy.in എന്ന് പറഞ്ഞായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സെർച്ച് ബാറിൽ ആ സൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നിങ്ങൾ ആ സെർച്ച് ബാറിൽ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ പറയുന്നത്, അതായത് ഡിസ്ക്രിപ്ഷനിൽ സെക്കൻഡ് എന്ന് പറഞ്ഞ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് മതി. അതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്യാവുന്നതുള്ളത്. നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ www. അതിനുശേഷം നിങ്ങൾ ബാക്സി എന്ന് പറയുന്നത്, അതായത് BAG അത് കഴിഞ്ഞിട്ട് ഒരു Y കൊടുക്കണം. അതിനുശേഷം നിങ്ങളൊരു .in എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണ്ട, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, ബാക്സി എന്ന് പറഞ്ഞാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് കാണാൻ പറ്റും, സൈൻ അപ്പ് നൗ ഗെറ്റ് 20 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ സൈൻ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 20 രൂപ നിങ്ങൾക്ക് കിട്ടുവാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ആഡ്സ് വരും. ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സ് ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ജിമെയിലുകൾ കാണിക്കും. ആ ജിമെയിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളിത് സെലക്ട് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ജിമെയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു മെയിൽ ID കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ഇതിലോട്ട് രജിസ്റ്റർ ആവുന്നതായിരിക്കും. നിങ്ങൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കാണിക്കും. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ഗൂഗിൾ അക്കൗണ്ടുകളും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടുമായിട്ടാണോ സൈൻ ഇൻ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടി നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേറെ ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആണ് നിങ്ങളുടെ പേര് ഒന്ന് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏത് പേടിഎം ആയാലും UPI ആയാലും നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വിഡ്രോ ചെയ്യാനുള്ളതെന്ന്, അതായത് നിങ്ങൾക്ക് പേടിഎമ്മിലേക്കാണെങ്കിൽ പേടിഎം വാലറ്റിന് നമ്പർ കൊടുക്കുക. അതേപോലെ UPIയിലേക്കാണെങ്കിൽ നിങ്ങളുടെ UPI നമ്പർ ഏത്, അതായത് ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും ഏത് UPI ID ആയാലും നിങ്ങളുടെ UPIയുടെ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ATM നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എൻ്റർ യുവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കേരളം എന്ന് കൊടുത്താലൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് സ്റ്റേറ്റാണ് അവൈലബിൾ ആയിട്ടോ, മഹാരാഷ്ട്ര അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളം എന്ന് കൊടുത്താൽ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ മഹാരാഷ്ട്ര എന്ന് അടിച്ചു കൊടുക്കുക. മഹാരാഷ്ട്ര എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് മഹാരാഷ്ട്ര എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് മഹാരാഷ്ട്ര എന്ന് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു 18 വയസ്സ് വരുന്ന രീതിയിൽ നിങ്ങളെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്നില്ല, നിങ്ങളൊരു ഫേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ജെൻഡർ ചോദിക്കും, ഫീമെയിൽ ആണോ മെയിൽ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതിൽ അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഗെയിം കാണാൻ പറ്റും, കളർ ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു ഗെയിം. അവിടെ നിങ്ങൾക്ക് പ്ലേ നൗ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഇതേപോലെ ആഡ്സ് വരും. അത് നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഇൻറ്റു മാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക്, അപ്പോൾ നിങ്ങളിവിടെ പ്ലേ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് നിങ്ങൾക്ക് ഈ കളക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ കളർ വരും. അപ്പം കളർ വരുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ഇച്ചിരി ടാസ്ക്കുള്ള ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റാങ്ക് വരും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്ലേ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കൂടുന്ന കണക്കായിരിക്കും നിങ്ങൾക്ക് പോയിൻറ്റ് കിട്ടുന്നത്, അതേപോലെ നിങ്ങൾക്ക് മണി കിട്ടുന്നതും. ജസ്റ്റ്
പ്ലേ എന്നുള്ളിടത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാവുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഇത് വരും. അപ്പം നിങ്ങൾ റെഡ് എല്ലാം റെഡിൽ കൊടുക്കുക, ഓറഞ്ചിൽ ഓറഞ്ച് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു കളി വരുന്നത്. ഇപ്പം റെഡ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ റെഡ് ഒന്ന് മാറ്റി കൊടുക്കണം. അത് തമ്മിൽ മുട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം ഓവർ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം അല്ലാതെ വേറെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വേറൊരു ഗെയിം കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അനേകം ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഗെയിംസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കണ്ട ഒരു ഗെയിം കൂടെ കിടപ്പുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പം പ്ലേ നൗ എന്നുള്ളത് തോന്നി. അപ്പം നിങ്ങൾക്ക് ഓരോ റാങ്ക് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, അത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് 1 റാങ്കിനും 200 റാങ്കിനും ആണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് പ്ലേ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിട്ട് കാണിച്ചു തരും. ആ ലോഡ് ആവുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും ഒരു പന്നിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ പ്ലേ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഇങ്ങനെയാണ് കറക്റ്റ്. അതായത് ആ ഡ്രാക്കുളയുടെ അതായത് താഴോട്ട് വരുമ്പോഴത്തേന് ആ ഡ്രാക്കുളകളിലൊന്നും പന്നിക്കുട്ടി തട്ടാതെ വേണം നമുക്ക് ഈ ഒരു ഗെയിം വിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടാവ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് കയറി പോകണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 2 ഗെയിമുകളും കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണി വിൻ ചെയ്യാം. പിന്നെ ഗെയിം കളിക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടോ ഇതേപോലെ കളിക്കണം. ഇതേപോലെ കളിച്ചാൽ നിങ്ങൾക്ക് ഈ ഗെയിം വിജയിക്കാനായിരിക്കും. അപ്പോഴത്തേക്കും മറ്റേ ഗെയിം ഇതേ സെയിം ആണ്. ആ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കും, അതേപോലെ നേടാം. അപ്പം ഗൈസ് ഇപ്പോൾ നമുക്ക് ഗെയിമിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഔട്ടായിട്ടില്ല. ഇത് ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പം മിക്കവാറും ഇല്ല, നമ്മൾ ഔട്ടായിട്ടില്ല. വീണ്ടും ഇതേപോലെ ഇഷ്ടംപോലെ ഓരോ വട്ടം നിങ്ങൾക്ക് ഓരോ റാങ്ക് വരുമ്പോൾ അതിലേക്കും ഡ്രാക്കുളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായാലും നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഈ ഒരു കളി. അപ്പോൾ ഈ ഒരു കളി നിങ്ങൾക്ക് ജസ്റ്റ് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. വലിയ ടാസ്ക് ഇല്ലാത്തൊരു ഗെയിമാണ്. മറ്റേത് ഇച്ചിരി ടാസ്ക്കാണ്. ഈ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് ഔട്ടാവും. പിന്നെ 2-3 വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിക്ക് കളിച്ച് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഗെയിം നിങ്ങൾ കൂടുതലായിട്ടൊന്ന് കളിക്കാൻ നോക്കുക. ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, ഫാസ്റ്റിന് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡ്രാക്കുളയുടെ പുറത്തൊന്നും കയറാതെ ഇരുന്നാൽ മാത്രം മതി. ഇപ്പം മിക്കവാറും നമ്മൾ ഔട്ടാവുന്നതായിരിക്കും. ഇല്ല ഗൈസ്, അവിടെ നമ്മൾ ഔട്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഔട്ടായിട്ടുണ്ട്. ഇപ്പം വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഔട്ടായില്ലെങ്കിൽ മനഃപൂർവ്വം ഔട്ടായിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു ടിപ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഈ 3 ലൈൻ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റിഡീം ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ പ്രൊഫൈലിൻ്റെ ഐക്കണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ 35 രൂപ അവൈലബിൾ ആയിട്ടുണ്ട് ഗൈസ്. മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്കോ അതേപോലെ തന്നെ UPIയിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതിന് UPIയിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് നൗ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളുടെ UPIയുടെ ID ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പേടിഎമ്മിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പേടിഎമ്മിലേക്ക് കയറുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഫർ ആൻഡ് ആണ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് മെയിൻ ചെയ്യാൻ പറ്റും. ഈ റെഫറിങ്ങും ഗെയിമിങ്ങും അല്ല, നിങ്ങൾക്ക് പിന്നെ ഇത് ലക്കി കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലക്കി പോയിൻ്റ് എന്നുള്ളത്. ഈ ഒരു പോയിൻ്റ് വഴി നിങ്ങൾക്ക് ഇഷ്ടം അൺലിമിറ്റഡ് ആയിട്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ലാത്തവർക്കാണ് ഈ ഒരു ലക്കി പോയിൻ്റ് എന്നുള്ള പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ഇവിടെ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ലക്കി പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഷോ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞ് കാണപ്പുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലെ ലക്കി പോയിൻ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സംഭവം ലോഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങളുടെ കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് അവിടെ. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കോഡ് വരും. ആ ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലക്കി പോയിൻ്റ്, അതായത് ഈ ഗെയിംസിൻ്റെ ഒക്കെ തൊട്ട് താഴെ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ നൗ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ എ കോഡ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ കോപ്പി ചെയ്ത കോഡൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലെ ഈ ലക്കി കോഡ് എന്നുള്ളത് അൺലിമിറ്റഡ് തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വട്ടം നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്ക് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 റാങ്കിനും 100 റാങ്കിനും വരുമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 1 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് 785 സംതിങ് എത്രയോ നമുക്ക് പൈസകളാണ് കിട്ടുന്നത്.
അപ്പം ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞത് ഇവർ ഒന്നിനും 100നും ഇടയിലുള്ള റാങ്കുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളൊരു വെബ്സൈറ്റാണ്. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. 50 രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ കിട്ടും. അതേപോലെ നിങ്ങൾ ഗെയിംസ് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് റെഫർ ചെയ്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 ദിവസത്തിനുള്ളിൽ 50 രൂപ എന്തായാലും കിട്ടും. അതായത് നിങ്ങൾ ഒരു വർക്ക് പോലും ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി. ഒരു ലക്കി കോഡുകൾ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 50 രൂപ കിട്ടും. കിടിലൊരു വെബ്സൈറ്റാണ്, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പേ ബാഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അറിയിക്കും. അതേ സെയിം കമ്പനി, അവരുടെ കമ്പനി തന്നെ ഇറക്കിയിരിക്കുന്നതാണ്. അതായത് പേ ബാഗിൻ്റെ സെയിം ഇത് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ആ ഒരു സെയിം വെബ്സൈറ്റാണ് അവരുടെ ആ പേ ബാഗിൻ്റെ കമ്പനി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ പേ ബാഗിൻ്റെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ജെന്യൂനായിട്ട് മണി കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രൂഫുകളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ മുമ്പത്തെ ടെലിഗ്രാം ചാനൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പം ജോയിൻ ചെയ്യാത്തവരെല്ലാം ജോയിൻ ചെയ്താൽ ഡെയിലി ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ഗുഡ് ബൈ.